ഹലോ, വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു ട്രഡീഷണൽ ഗെറ്റ് റെഡി വിത്ത് മീ നോക്കാം. സോ നമുക്കപ്പം നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. ഭയങ്കര സ്മെല്ലി അല്ല, പക്ഷെ ഒരു മൈൽഡ് സ്മെല്ലുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ബയോസിൽക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ബേസ് കിട്ടും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ലാക്മിയുടെ ലൂമിനയുടെ ടിൻറ്റാണ്. ആക്ച്വലി അതൊരു ഒരു ഗ്ലോ ഫീല് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ബേസായിട്ട് പ്രൈമറിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ലൂമിനയുടെ ക്രീം. അപ്പോൾ ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. രണ്ടാമത് ഞാൻ ആ ഒരു ലൂമിനയുടെ ഹൈലൈറ്റിംഗ് ക്രീം ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ട് നമ്മുടെ നെറ്റിയുടെ നടുക്ക്, മൂക്കിൻ്റെ അറ്റത്ത്, നമ്മുടെ ജോയുടെ ഇവിടെ 2 കവളിൽ അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് എടുക്കുന്നത് ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ്. ഇനി ഞാൻ ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കൺസീലറും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ നമുക്ക് എങ്ങനെ ഒരുങ്ങാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനാണ്. നന്നായിട്ട് തന്നെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഐഷാഡോ ആണ്. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഐഷാഡോ ഇട്ട് കൊടുക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ്. അതിലൊരു ഓറഞ്ച് പക്ക ഓറഞ്ച് ഷെയ്ഡും അല്ല, എന്നാൽ ഒരു ചെറിയൊരു ഓറഞ്ച് ടിൻറ്റ് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് വേണ്ട. നമ്മുടെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടങ്ങ് ഞാനൊന്നും ചെയ്യുന്നില്ല. ട്രഡീഷണലി നമുക്ക് എങ്ങനെ ഒന്ന് നന്നായിട്ട് ഒരുങ്ങാം. നന്നായിട്ട് ഇൻ ദ സെൻസ് ഭയങ്കരമായി മേക്കപ്പ് ചെയ്ത് അങ്ങനെയല്ല, നമുക്ക് കാണുമ്പോൾ കൊള്ളാം എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് എപ്പോൾ വേണം ട്രഡീഷണലായിട്ട് റെഡി ആവാൻ പറ്റും. ഏതൊരു ഒക്കേഷൻ അഡീഷണലി പോകണമെങ്കിൽ നമുക്ക് റെഡി ആവാൻ പറ്റുന്ന പോലെ ഒരു മേക്കപ്പാണ്. സോ ഞാൻ അടുത്തത് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നൈക്കയുടെ ലിപ് ബാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിരിക്കും ലിപ്സ്. ഈവൻ നമ്മുടെ ലിപ്സ് ഡ്രൈ അല്ലെങ്കിൽ പോലും ഡ്രൈ ആക്കും. പിന്നെ ഞാൻ അടുത്തത് നമ്മുടെ ഐബ്രോസ് ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് ഏത് ബ്രാൻഡൊന്നുമില്ല, ഞാനൊരു ബ്യൂട്ടി ഷോപ്പിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. നല്ലൊരു ഐബ്രോ പെൻസിലായിട്ടോ ബ്രൗൺ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബോൾഡാക്കുന്നില്ല, ഒരുപാട് ഞാൻ കട്ടിക്കൊന്നും എഴുതി കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അടുത്തത് ഞാൻ ഐലൈനറാണ് എടുക്കുന്നത്. നന്നായിട്ട് ഞാൻ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടെന്ന് വെച്ചാൽ ഒരുപാടല്ല, ജസ്റ്റ് ഞാൻ അങ്ങനെ കണ്ണെഴുതാത്തത് കൊണ്ട് തന്നെ ലാക്മേയുടെ ഐക്കോണിക്കിൻ്റെ കാജലാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒരുവിധം ഭയങ്കര ബോൾഡല്ല, പക്ഷെ ഒരുവിധം എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കണ്ണിലും നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. കാരണം എഴുതാത്തതുകൊണ്ട് തന്നെ ഐലൈനർ എഴുതുമ്പോൾ നമുക്കൊരു ഇതാണ്. ഡെയിലി എഴുതുമ്പോൾ കുഴപ്പമില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഡെയിലി താഴെയും മുകളിൽ നല്ല കട്ടിക്ക് എഴുതും. പക്ഷേ ഇപ്പം ഞാൻ ഐലൈനർ യൂസ് ചെയ്യാറേ ഇല്ല. ഞാൻ ആക്ച്വലി പുറത്തു പോകുന്ന സമയത്ത് ഇത്രയും മേക്കപ്പ് ഒന്നുമില്ല. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇടുക, ഐബ്രോ ഫില്ല് ചെയ്യുക, ലിപ്സ്റ്റിക് ഇടുക, മസ്കാര ഇടും. ഇതാണ് ഡെയിലി ഡൂ ടു മേക്കപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മൂഡ് അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ എടുത്തത് പണ്ടത്തെ തീർന്ന ഒരു ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു മസ്കാരയാണ്. അത് ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐബ്രോസ് ഇങ്ങനെ പിന്നെ ഒന്ന് എഴുതി കൊടുക്കും. അപ്പോൾ ജസ്റ്റ് കുറച്ചും കൂടി ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലുക്ക്. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. അതൊരു സ്കേർട്ടും ടോപ്പുമാണ്. ആക്ച്വലി നമുക്കിത് ബ്ലൗസായി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കമ്മൽ, മാല എല്ലാം ഞാൻ മാച്ചിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.